തൃശ്ശൂരിലെ പാലപ്പിള്ളിയിൽ ഒരു കാട്ടാന മാലിന്യക്കുഴിയിൽ വീണിരിക്കുന്നു. പുലർച്ചെ 6 മണിയോടെയാണ് സംഭവമുണ്ടായത്. തലകീഴായി ആണ് ആന ആദ്യഘട്ടത്തിൽ കിടന്നത്. ആനയെ തിരികെ കയറ്റാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ലിഷോയ് വിവരങ്ങൾ നൽകും. ലിഷോയ്, അനങ്ങാൻ കഴിയാതെ കിടക്കുന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാനാണ് ശ്രമം? അതായത് ഇതൊരു ഉപയോഗശൂന്യമായ സെപ്റ്റിക് ടാങ്ക് ആണ്. അതിലാണ് ഈ ആന വീണത്. അതായത് ഇവിടെ ആൾതാമസം ഇല്ലാത്ത ഒരു വീടായിരുന്നു. പാലപ്പിള്ളിക്ക് കുറച്ച് നീങ്ങി, പാലപ്പിള്ളിയിൽ നിന്ന് കുറച്ച് നീങ്ങി എച്ചിപ്പാറ ഭാഗത്ത് നിന്നും ഉള്ളിലേക്ക് കയറി ഉള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കുഴിയിലാണ് ആന വീണിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽ ഇത് പെട്ടത്. ആനക്കൂട്ടവും ആ പരിസരത്ത് ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം ഇപ്പോൾ അവിടെ എത്തി ആനയെ കരക്കി കയറ്റാനുള്ള ശ്രമം തുടരുകയാണ്. മറ്റ് ആനക്കൂട്ടത്തെ അവിടെ നിന്ന് ആദ്യഘട്ടത്തിൽ തുരത്തി അതിനുശേഷമാണ് പിന്നീട് ഈ ആനയെ കയറ്റാനായുള്ള ശ്രമം നടക്കുന്നത്. അവിടെ JCB എത്തിച്ച് ഈ കുഴി വലുതാക്കിയ ശേഷം പിന്നീട് ആനയ്ക്ക് കയറി പോകാനുള്ള ഒരു വഴിയൊരുക്കാനാണ് നിലവിൽ ഒരു സാധ്യതയായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. നിലവിൽ അവിടെ നമുക്ക് ഈ JCB എത്തിയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം അവിടെ റേഞ്ച് ഇല്ലാത്തതിനാൽ അവിടെ ആരെയും ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. ഇനിയിപ്പോൾ അല്പസമയത്തിനൊക്കെ മണ്ണും കൂടി ഇടിഞ്ഞു വീണിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അനങ്ങാൻ കഴിയാതെ കിടക്കുന്നത്. എന്തായാലും പെട്ടെന്ന് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്.